ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ അയർലൻഡിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോണു. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഞങ്ങളിവിടെ ദുബായിൽ നിന്നാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് ഞങ്ങൾ വരുന്നത്. അതിനകത്ത് ഒരു ഫ്രണ്ട് കോർക്കിലാണ് ജോലി കിട്ടിപ്പോയത്. വേറെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഞങ്ങളിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ വരുന്നത് നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഈ യൂറോപ്പിൽ വരുമ്പോൾ ഈ നമ്മളുടെ ശരിക്കും ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ തണുപ്പ് തുടങ്ങുന്ന സമയമാണ്. ഞങ്ങളാണെങ്കിൽ ദുബായിൽ നിന്ന് നല്ല ചൂടെത്തുന്നത്, നല്ല തണുപ്പുള്ള സമയമാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ നവംബറിലാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3 ആഴ്ചത്തേക്കുള്ള ഞങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഫ്രീ അക്കോമഡേഷനൊക്കെ അവർ തന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കോമഡേഷൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലാണെങ്കിലും സെയിം കോമ്പൗണ്ടിൽ തന്നെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഫുഡിൻ്റെ ആയിരുന്നു. ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ്. പക്ഷേ അതിനും ഇതുപോലെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ ഞങ്ങൾക്ക് കിട്ടി. ആ കുട്ടിയാണെങ്കിൽ അന്ന് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവിലാണ് ആ കുട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ മോര് കറിയും ഫിഷ് കറിയും ഒക്കെ ഉണ്ടായിക്കൊണ്ട് തരും. 2-3 പ്രാവശ്യം ആ കുട്ടി ഉണ്ടായിക്കൊണ്ട് തന്നായിരുന്നു. പക്ഷെ ആ മോര് കറിക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന മോര് കറിയുടെ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ നാട്ടിലൊക്കെ വെച്ചിട്ട് മോര് കറിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കും. അല്ലെങ്കിൽ ഫിഷ് കറി നമുക്ക് ഇഷ്ടംപോലെ ഫിഷ് കറിയൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ഫിഷ് കറിക്കും മോര് കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ നാളുകൾ കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ബ്രെഡും പിന്നെ ഇതുപോലെ ഓംലെറ്റൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഈ കറികളൊക്കെ ഞങ്ങളൊരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് ഞങ്ങൾ അടുത്തൊരു ഇന്ത്യൻ ഷോപ്പുണ്ട്, അവിടെ പോയി പൊറോട്ട വാങ്ങിച്ചിട്ട് പൊറോട്ടയും ഈ ഫിഷ് കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് കഴിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സങ്കടം വന്നാലേ. കാരണം അതുപോലെ ഞങ്ങൾ ആ ഫ്രണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുന്നത് നിങ്ങൾക്കത് വലിയ ആശ്വാസമായിരിക്കും. ഇതുപോലെ നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും പുതിയ ന്യൂ കമേഴ്സൊക്കെ വരുമ്പോൾ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് അവർക്കൊരു വലിയൊരു ആശ്വാസമാകും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ദെൻ.